നമസ്കാരം. ഇതുവരെയിലേക്ക് ഞാൻ ഉമേഷ് ശിവരാമൻ, എന്നോടൊപ്പം കേൾവി വരുമതിരെ സഹായിക്കുന്നതിനു വേണ്ടി സോനാജറിയും. അതിവാർത്ത ചേലക്കരയിൽ നിന്നാണ്. ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശത്ത് നിന്ന് 19.7 ലക്ഷം രൂപ പിടിച്ചെടുത്ത സംഭവത്തിൽ കാറിലുണ്ടായിരുന്ന CC ജയന്റെ വീട്ടിൽ പോലീസിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും പരിശോധന. SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ നേതാവ് CC ജയന്റെ കുളപ്പുള്ളിയിലെ വീട്ടിലാണ് പരിശോധന. പണം പിടിച്ചെടുത്ത സംഭവത്തിൽ കോൺഗ്രസും CPIM-ഉം പരസ്പരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. സൂരജ് സജി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും. സൂരജ്, ഇതിനോടകം തന്നെ ഇത് രാഷ്ട്രീയ പോരായി വളർന്നിട്ടുണ്ടല്ലോ. ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? നിലവിൽ ഉന്മേഷ്, ഈ പരിശോധന അവസാനിച്ചിട്ടുണ്ട്. അതിൽ 5 ലക്ഷം രൂപ ഈ ജയന്റെ വീട്ടിൽ നിന്ന് പോലീസും അതുപോലെ തന്നെ ഇൻകം ടാക്സും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെടുക്കുകയും ചെയ്തു. പക്ഷേ ഇത് ഈ ബാങ്കിൽ നിന്ന് ഈ പണം പിൻവലിച്ചതിന്റെ രേഖകളടക്കം പോലീസിനും ഇൻകം ടാക്സിനും ലഭിച്ച പശ്ചാത്തലത്തിൽ ഈ പണം മടക്കി നൽകിയ ശേഷമാണ് ഈ സംഘം ഇവിടെ നിന്ന് പോയത്. ഇന്ന് രാവിലെയാണ് ഈ ചേലക്കരയുടെ അതിർത്തി പ്രദേശമായ ചെറുതുരുത്തിയിൽ നിന്ന് 19.70 ലക്ഷം രൂപയുമായി 19,70,000 രൂപയുമായി ഈ ജയൻ പിടിയിലാകുന്നത്. ജയന്റെ ഒപ്പം മകനും അതുപോലെ തന്നെ ഡ്രൈവറും ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള കേസ്, അതായത് ഈ പണവും അതുപോലെ തന്നെ വാഹനവും അടക്കം ഈ പിടികൂടിയ ഇലക്ഷൻ സ്ക്വാഡ് ഇൻകം ടാക്സിന് കൈമാറുകയായിരുന്നു. തുടർന്നാണ് ഇൻകം ടാക്സ്, ഇതൊരു വലിയ ആരോപണമായി ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇൻകം ടാക്സ് ജയന്റെ വീട്ടിലെത്തി കൂടുതൽ പരിശോധന നടത്തിയത്. അങ്ങനെയാണ് ഈ അവിടെ നിന്ന് 5 ലക്ഷം രൂപ കൂടി റിക്കവർ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇന്നലെ കാനറ ബാങ്കിൽ നിന്ന് 25 ലക്ഷം രൂപ പിൻവലിച്ചത് സംബന്ധിച്ചുള്ള രേഖകൾ രാവിലെ തന്നെ ജയൻ ഇപ്പോൾ പോലീസിനും അതുപോലെ തന്നെ ഇൻകം ടാക്സിനും കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പിടിച്ചെടുത്ത പണത്തിന്റെ ബാക്കി തുകയാണ് ഇവിടെ നിന്ന് കണ്ടെടുത്ത 5 ലക്ഷം രൂപ എന്നുള്ളതാണ് നിലവിൽ ഇൻകം ടാക്സ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇത് വലിയ രാഷ്ട്രീയ ആരോപണമായി കോൺഗ്രസും അതുപോലെ തന്നെ LDF ഉയർത്തി കാണിക്കുന്നുണ്ട്. LDF ഈ പണം പിടിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നും കോൺഗ്രസിന് വേണ്ടിയാണ് ഈ പണം കടത്തിയതെന്നുള്ള ആരോപണം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പാലക്കാട് കോൺഗ്രസിന്റെ കൗൺസിലറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ഈ CC ജയൻ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വേണ്ടി ചേലക്കരയിലേക്ക് പണം കടത്തുകയായിരുന്നു എന്നുള്ളതായിരുന്നു CPIM-ന്റെ ആരോപണം. എന്നാൽ തൊട്ടു പിന്നാലെ ഈ CPM-ന്റെ ആരോപണത്തിന് മറുപടി പറയുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവ് അനിലക്കരയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. പക്ഷേ അതിൽ അതിരൂക്ഷ വിമർശനം, വലിയ ആരോപണങ്ങൾ LDF-നെതിരെ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. EP ജയരാജന്റെ നേതൃത്വത്തിലാണ് ഇങ്ങോട്ടൊക്കെ പണം എത്തിച്ചത്. കരുവന്നൂർ കേസിൽ ബന്ധപ്പെട്ട ആളുകൾ, അതായത് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന മുഖ്യപ്രതി സതീഷ് അടക്കം അറിഞ്ഞുകൊണ്ടുള്ള പണക്കടത്താണ് ഇത്. സതീഷുമായി അടുത്ത ബന്ധമുള്ള ആളാണ് CC ജയകുമാർ എന്ന തരത്തിലുള്ള ആരോപണമായിരുന്നു അനിലക്കര ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത്. CPM-നെ ഒന്നടങ്കം വലിയ രീതിയിൽ പ്രതിക്കൂട്ടിൽ നിർത്തി 5 കോടി രൂപ ചേലക്കരയിലെ വിവിധ കോളനികളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി CPM എത്തിച്ചു. അതിന്റെ ഭാഗമായി എത്തിച്ച പണമാണ് പിടികൂടിയതെന്നുള്ള ആരോപണമാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങളെ തുടർന്ന് ഇപ്പോൾ പിടികൂടിയ പണത്തിന്റെ പേരിൽ വലിയ പോര് അത് ചേലക്കരയിൽ മുറുകുകയും ചെയ്യുന്നുണ്ട്. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാടും ചേലക്കരയും ബൂത്തിലേക്ക്. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ-സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ വയനാടും ചേലക്കരയും നാളെ പോളിംഗ് ബൂത്തിലെത്തും. നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കുകയാണ് ഉദ്യോഗസ്ഥർ. അവര് ഏത് വിധേയനെയും ഇത് നിലനിർത്തുക എന്നുള്ളതാണ്, വോട്ട് ക്യാൻവാസ് ചെയ്യുക എന്നുള്ളതാണ്. കിറ്റ് വിതരണം ചെയ്തില്ലേ, ഈ മദ്യം കർണാടകത്തിൽ നിന്ന് മദ്യലോബിയുടെ സഹായത്തോടു കൂടി മദ്യം ഒഴുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഒരു ബൂത്തിലും ചെലവഴിക്കുകയാണ്. എന്തൊക്കെയാണ് ചെലവഴിക്കുന്നത്? ബിരിയാണി വെച്ച് കുടുംബങ്ങൾക്ക് കൊടുക്കുക, എന്നിട്ട് അതിങ്ങനെ കൊടുത്തു പോവുകയാണ്. അധികാരികളും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾ തീർച്ചയായിട്ടും അതിലൊന്നും വീഴാൻ പോകുന്നില്ല. ഈ വയനാട് മണ്ഡലത്തിൽ തന്നെ പല ആളുകളും ഒരു ഭീതിയുടെ നിഴലിലാണ്. വഖഫിന്റെ ഈ നോട്ടീസ് വന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അവർക്കൊരു പരിഹാരം വേണമെന്നുള്ള നിലയിൽ ഇന്ന് തലപ്പുഴ ഭാഗത്തുള്ള അങ്ങനെയുള്ള വീടുകളിൽ സന്ദർശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അവർക്കൊരു സംരക്ഷണ വലയം ഒരുക്കും എന്നുള്ളൊരു പ്രതീക്ഷയും വിശ്വാസവും സാധാരണ ജനങ്ങൾക്കുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിയർ ഫാക്ടർ അവിടെ വന്നതുകൊണ്ടാണ് അത്തരത്തിൽ കിറ്റുകളായിട്ടും ജനങ്ങളെ മറ്റു പല തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേലക്കരയിൽ നിന്ന് ശ്രീകാന്തും വയനാട്ടിൽ നിന്ന് ദീപക് ധർമ്മടവും ചേർന്നുണ്ട്. ആദ്യം ദീപക്കിലാണ്. ദീപക്, ഈ നിശബ്ദ പ്രചാരണ ദിവസവും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിക്കുന്ന മുന്നണികൾ, വിവരങ്ങൾ എന്തൊക്കെ? നിശബ്ദ പ്രചാരണ ദിവസം
LDFിൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിൽ ഏർപ്പെട്ടു. എന്നാൽ പ്രിയങ്ക ഗാന്ധി ഉല്ലാസയാത്രയിലായിരുന്നു. വയനാട്ടിൽ ബാണാസുരയിലും മറ്റ് ഫാമിലുമായുള്ള യാത്രയിലായിരുന്നു. യാത്ര കഴിഞ്ഞ് അവർ അല്പം മുൻപ് താജിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് വസ്തുത. ഏതായാലും തീപ്പാറുന്ന പോരാട്ടം എന്ന് പറയാം. കാരണം പ്രചരണത്തിൽ മൂന്ന് മുന്നണികൾ ഒപ്പത്തിനൊപ്പമായിരുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ഒരു മലമടക്കിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിലും അതൊരു പാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ തെരഞ്ഞെടുപ്പാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾ, ദേശീയ നേതാക്കൾ എല്ലാം തന്നെ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തു. കോൺഗ്രസിൻ്റെ മുൻപിൽ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം, വർദ്ധിത ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ് അവർ പ്രിയങ്ക ഗാന്ധിക്ക് ലക്ഷ്യമിടുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ അവരുടെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനവും അത് തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ മണ്ണിൻ്റെ മണമറിയുന്ന ഒരു നാട്ടുംപുറത്തുകാരനായ കമ്മ്യൂണിസ്റ്റുകാരൻ, കർഷക നേതാവ്, ആ നേതാവിലൂടെ ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ LDF ലക്ഷ്യമിടുന്നത്. സത്യൻ മൊകേരിയിലൂടെ, BJP ആണെങ്കിൽ നവ്യ ഹരിദാസിലൂടെ സ്ത്രീകളുടെ വോട്ടും ഒപ്പം തന്നെ മറ്റ് കേന്ദ്ര നേതാക്കളെ ഇറക്കിയുള്ള പ്രചരണവും നടത്തി. പ്രചരണത്തിൽ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നു. നാളെ വയനാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ജനവിധിയിൽ ഏതായാലും ഇവിടെ അട്ടിമറിക്കൊന്നും സാധ്യതയില്ല. വിധി UDFന് അനുകൂലമായിരിക്കും. പക്ഷേ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ എന്നുള്ളതിലായിരിക്കും ഇനി രാഷ്ട്രീയ ചർച്ച. ഏതായാലും ഈ ഭൂരിപക്ഷത്തിൽ വരുന്ന ചെറിയ വ്യത്യാസം പോലും ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയാകും. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. ശ്രീകാന്ത് ചേരുന്നു ഇപ്പോൾ ചേലക്കരയിൽ നിന്ന്. ശ്രീകാന്തിയും പണം പിടിച്ച സംഭവം അടക്കം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ടല്ലോ ചേലക്കരയിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീകാന്ത്? ഇന്ന് ഈ നിശബ്ദ പ്രചാരണ ദിവസം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം അത്ര നിശബ്ദമായിരുന്നില്ല കാര്യങ്ങൾ. കാരണം വലിയ പൊട്ടിത്തെറികൾ ആങ്ങിങ്ങായി കാണാനുണ്ടായിരുന്നു. രാവിലെ ചെറുതുരുത്തിയിൽ ഏതാണ്ട് 20 ലക്ഷം രൂപ പിടികൂടുന്ന സാഹചര്യമുണ്ടായി. ആ 20 ലക്ഷം രൂപ ആർക്ക് കൊണ്ടുവന്നു എന്നത് സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ CPIM-ഉം കോൺഗ്രസും പരസ്പരം ഉന്നയിച്ചു. അതിൻ്റെ ഒരറ്റത്ത് BJP-യും കയറി പിടിച്ചു. പിന്നീട് കണ്ടത് PV അൻവർ MLA-യുടെ സാഹസമായിരുന്നു. PV അൻവർ ചേലക്കരയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വാർത്താസമ്മേളനം വിളിച്ച് പോലീസിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അവിടേക്ക് വരുത്തിച്ചു. പിന്നീട് അവരുമായി ഏറ്റുമുട്ടി. അങ്ങനെ സംഭവബഹുലമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയാതിരിക്കാനാവില്ല. പക്ഷേ സ്ഥാനാർത്ഥികൾ പതിവ് പോലെ രാവിലെ തന്നെ എഴുന്നേറ്റു. എല്ലാ സ്ഥലങ്ങളിലും വ്യക്തിപരമായ വോട്ട് തേടൽ അവരുടെ ഭാഗത്തു നിന്ന് നടന്നു. പ്രവർത്തകരടക്കമുള്ളവർ അവരവർക്ക് സ്വാധീനമുള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലാം ഈ വോട്ട് തേടുന്നതിന് വേണ്ടി, വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. ഇന്ന് ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചെറുതുരുത്തി സ്കൂളിൽ നടക്കുകയുണ്ടായി. പോളിംഗ് ഉദ്യോഗസ്ഥർ അതെത്തി ഏറ്റുവാങ്ങി അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോയിക്കഴിഞ്ഞു. പോലീസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. 600-ലധികം പോലീസുകാരുണ്ട്. അത്ര തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ നിശ്ചയിച്ചിട്ടുണ്ട് ഈ ചേലക്കര മണ്ഡലത്തിൽ. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇനി രാത്രിയിലെ പരിപാടി ഈ പ്രവർത്തകരുടേതാണ്. അവർക്ക് രാത്രി ബൂത്ത് കെട്ടലുണ്ട്. പിറ്റേന്നത്തെ ബൂത്ത് ഏജന്റുമാർ, ഇൻ ഏജന്റുമാരും ഔട്ട് ഏജന്റുമാരെയും ഒക്കെ നിശ്ചയിച്ച് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കലുണ്ട്. അതൊക്കെ തന്നെ ഇനി രാത്രികാലങ്ങളിലാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. LDFനും UDFനും BJP-ക്കും ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ചേലക്കരയിൽ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. LDFന്റെ കുത്തക സീറ്റായിരുന്ന ഈ ചേലക്കര അത് 1/4 നൂറ്റാണ്ടിന് ശേഷം ഒന്ന് വിറപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് UDFനും BJP-ക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. LDF പക്ഷേ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ പട്ടികജാതി സങ്കേതങ്ങൾ മറിയില്ല, അത് തങ്ങളുടെ ഉറച്ച വോട്ടുകളാണ്, കോട്ടകളാണ് എന്നവർ ഇപ്പോഴും വാദിക്കുന്നു. പക്ഷേ അവിടേക്ക് കുടുംബയോഗങ്ങളിലൂടെ കടന്നു കയറാൻ UDFും BJP-യും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മറക്കരുത്. പക്ഷേ അതിനെല്ലാം ഒരു അന്തിമ ഫലമുണ്ടാകുമോ എന്ന് ചേലക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഇതുവരെയിലേക്ക് തിരികെ ഇപ്പോൾ ഷഫീദ് റാവുത്തർ ഒരു വാർത്ത അറിയിക്കുന്നു. ഉന്നതി ഫയൽ കൈമാറ്റ വിവാദവുമായി ബന്ധപ്പെട്ട അതിന്റെ കൂടുതൽ രേഖകൾ പുറത്തുവരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഷഫീദ് റാവുത്തർ നൽകുന്നുണ്ട്. N പ്രശാന്ത് ഫയലുകൾ നൽകിയില്ല എന്നാരോപിച്ച് A ജയതിലക് ഹാജരാക്കിയ ഗോപാലകൃഷ്ണന്റെ കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നത്. ഫയലുകൾ കാണാനില്ല എന്ന് ഈ കത്തിൽ പറയുന്നില്ല എന്നാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ജാർഖണ്ഡിലെ ED റെയ്ഡിൽ വ്യാജ ആധാർ കാർഡുകളും പാസ്പോർട്ടുകളും പിടികൂടി. 17 ഇടങ്ങളിലാണ് ED പരിശോധന നടത്തിയത്. വിനീത വിജിയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷ്, PMLA ആക്ട് പ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ റെയ്ഡ് ആരംഭിച്ചത്. അതിപ്പോൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നാണ് നമുക്ക് ED വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. 17 ഇടങ്ങളിലായിട്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയുണ്ടായിരുന്നത്. ഒരേ സമയം ഉദ്യോഗസ്ഥരെത്തിയാണ് വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ വ്യാജ ID കാർഡുകൾ, ആധാർ കാർഡും ഒപ്പം തന്നെ പാസ്പോർട്ടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചില പേപ്പറുകൾ, ഇതിനായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന പ്രിന്റിംഗ് മെഷീനുകളും എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടിയിട്ടുണ്ട്. നേരത്തെ തന്നെ റാഞ്ചി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുത്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരന്വേഷണം നടത്തുന്നത്. ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള പൗരന്മാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും അവർക്ക് വ്യാജ ഇന്ത്യൻ തരത്തിലുള്ള തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന തരത്തിൽ വലിയ രീതിയിൽ പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇവർക്കിടയിൽ ചില കള്ളപ്പണം ഇടപാടുകൾ നടക്കുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ED ഇതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും സമാന രീതിയിലേക്കുള്ള പരിശോധനകൾ തുടരുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. വിനീത VG, ഡൽഹിയിൽ നിന്ന്. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ MT പത്മ അന്തരിച്ചു. മുംബൈയിൽ മകളുടെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. മിഥില ബാലൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, എപ്പോഴാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക? മറ്റു വിവരങ്ങൾ കൂടി മിഥില. മൃതദേഹം കോഴിക്കോട്ട് എത്തിക്കുക, സംസ്കാരവും നാളെ തന്നെ നടക്കും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഉച്ചയോടെയാണ് ഈ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ MT പത്മയുടെ അന്ത്യം സംഭവിച്ചത്. മുംബൈയിലായി വെച്ചായിരുന്നു അന്ത്യം. മകളുടെ ഒപ്പം കഴിഞ്ഞ കുറച്ചു നാളായി അവിടെയായിരുന്നു താമസം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം ഉണ്ടായത്. രാഷ്ട്രീയ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ KSU പ്രസ്ഥാനത്തിലൂടെയായിരുന്നു രാഷ്ട്രീയ രംഗത്തെത്തിയത്. പിന്നീട് വിവിധങ്ങളായ നിമിഷം മിഥില, ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് ആ ശബ്ദത്തിൽ. അത് പരിഹരിക്കാൻ വളരെ വേഗം. മുൻ മന്ത്രി MT പത്മ അന്തരിച്ചു. മുംബൈയിൽ മകളുടെ വസതിയിൽ വെച്ച് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. കൊയിലാണ്ടിയിൽ നിന്നാണ് MT പത്മ നിയമസഭയിൽ എത്തിയത്. കോൺഗ്രസിന്റെ നേതാവായിരുന്നു. 80-ാം വയസ്സിലാണ് അവർ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. നാട്ടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് മിഥില ബാലൻ തുടരുന്നുണ്ട്. മിഥില, പറഞ്ഞോളൂ. ഉന്മേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയോടെയായിരുന്നു MT പത്മയുടെ അന്ത്യം സംഭവിച്ചത്. മുംബൈയിൽ മകളുടെ വസതിയിൽ വെച്ചായിരുന്നു ഇത്. കഴിഞ്ഞ കുറച്ചു നാളായി മുംബൈയിലാണ് MT പത്മ താമസിച്ചുകൊണ്ടിരുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു. MT പത്മയുടെ ഒരു രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് MT പത്മ നിയമസഭയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. 1982 ആദ്യമായി മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് 2000-ൽ പരം വോട്ടുകൾക്ക് തോറ്റു. പിന്നീട് 1987-ലും 99-ലും കൊയിലാണ്ടിയിൽ നിന്ന് വീണ്ടും മത്സരിച്ച് ജയിച്ചു. 91-ൽ K കരുണാകരൻ മന്ത്രിസഭയിൽ. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണത്തിന് എതിരെ PP ദിവ്യയുടെ ഭർത്താവ് നൽകിയ പരാതിയിൽ കേസ്. കണ്ണപുരം പോലീസാണ് കേസെടുത്തത്. അരുൺ പൂപ്പറമ്പ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അരുൺ? ഉന്മേഷ്, ഈ സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളും തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നു, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് PP ദിവ്യ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. PP ദിവ്യയുടെ ഭർത്താവ് VP അജിത്തിൻ്റെ പരാതിയിലാണ് നിലവിൽ ഇപ്പോൾ കണ്ണപുരം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യക്തിഹത്യ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കണ്ണപുരം പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ FIRൽ ഈ പ്രതിയുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. ആ രീതിയിലാണ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ നിയമ നടപടി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും. അതുമായി ഈ വ്യാജ പ്രചാരണങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ സഹിതം പരാതി നൽകുമെന്നാണ് PP ദിവ്യ വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ശരി അരുൺ. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് ഇതുവരെയിലേക്ക് തിരികെ. ഉന്നതി ഫയൽ വിവാദത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകന്റെ റിപ്പോർട്ടിനൊപ്പമുള്ള K ഗോപാലകൃഷ്ണ IASന്റെ കത്ത് 24-ന്. N പ്രശാന്ത് ഫയലുകൾ കാണാനില്ല എന്ന പരാതി കത്തിലില്ല. ഡോക്ടർ A ജയതിലക റിപ്പോർട്ടിൽ ആരോപിച്ചതിന് വിരുദ്ധമാണ് പുറത്തുവരുന്ന രേഖ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേർന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നു ഈ രേഖ കൂടി പുറത്തുവരുമ്പോൾ? ഷഫീദ്. ഉന്മേഷ IAS തലപ്പത്ത് വലിയ തരത്തിൽ വിവാദമായ, അതല്ലെങ്കിൽ പോലിലേക്കൊക്കെ കാര്യങ്ങൾ പോയ ഉന്നതി ഫയൽ മാറ്റ വിവാദത്തിൽ ഇപ്പോൾ മറ്റൊരു രേഖ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രേഖ നൽകിയിരിക്കുന്നത് 2024 ജൂലൈ മാസം 7-ാം തീയതി. ആ 7-ാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് K ഗോപാലകൃഷ്ണൻ അയച്ച ഒരു കത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ N പ്രശാന്ത് ഫയലുകൾ നൽകിയില്ല എന്നാരോപിച്ച്
എ ജയതിലക ഹാജരാക്കിയതും കെ ഗോപാലകൃഷ്ണൻ ഈ കത്തുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ ഈ കത്തിൽ ഫയലുകൾ കാണാനില്ല എന്ന് പറയുന്നില്ല. പകരം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇമെയിൽ തുടങ്ങിയവയുടെ പാസ്വേഡ്, വെബ്സൈറ്റ് ലോഗിൻ എന്നിവ കിട്ടിയില്ലെന്നാണ് ആ കത്തിന്റെ ഉള്ളടക്കം. ആദ്യത്തെ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഇല്ല എന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. അതേസമയം അടുത്ത ബോർഡ് മിനിറ്റിന്റെ തുടക്കത്തിൽ തന്നെ മുൻ ബോർഡ് മിനിറ്റ്സ് ഉണ്ടാകുമെന്നിരിക്കെ ഒരു വിചിത്രമായ വാദം കൂടി ഇത് മാറുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഈ വിഷയത്തിൽ പലതരത്തിലുള്ള കത്ത് കൈമാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഈ ഫയലുകൾ കാണാനില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട, അല്ലെങ്കിൽ ഈ ഫയലുകൾ കാണുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടൊരു കത്തുണ്ടായിരുന്നു. ആ കത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ കൃത്യമായി തന്നെ വകുപ്പ് മന്ത്രിയുടെ പക്കൽ നിന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇതൊക്കെ കൈമാറിയെന്നും കെ ഗോപാലകൃഷ്ണ വീണ്ടും അത് കൈമാറിയെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനൊരു കത്തുകൂടി പുറത്തു വരുന്നത്. ഏതായാലും എ ജയതിലകി നൽകിയ റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങളുണ്ട്. അതിന്റെ കൂടി ഉള്ളടക്കങ്ങൾ പുറത്തു വന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഈ വിഷയത്തിൽ എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ എൻ പ്രശാന്ത് ഗുരുതര ആക്ഷേപമുയർത്തി മുന്നോട്ട് വരികയും ചെയ്തു. പ്രത്യേകിച്ച് വിശദീകരണം ചോദിക്കാതെ, നടപടിക്രമങ്ങൾ ശരി ഷഫീദ്, പാലിക്കാതെ അത്തരം വാദങ്ങൾ എൻ പ്രശാന്ത് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ഭീഷണിയായി തെരുവുനായ ശല്യം. പ്ലാറ്റ്ഫോമുകളും ഇരിപ്പിടങ്ങളും തെരുവുനായ്ക്കൾ കൈയടക്കി. സ്റ്റേഷൻ മാസ്റ്റർക്കുൾപ്പെടെ കടിയേറ്റിട്ടും കോർപ്പറേഷനാണ് നടപടിയെടുക്കേണ്ടത് എന്നാണ് റെയിൽവേയുടെ വാദം. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, വിവരങ്ങൾ. ഉന്മേഷ്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന ബോർഡിന്റെ തൊട്ട് താഴെ ഇവിടെ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് കൂടി വെക്കേണ്ടതാണ് നിലവിലെ സാഹചര്യം. നമ്മൾ 1 മുതൽ 4 വരെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇന്ന് പോയിരുന്നു. അവിടെ ഈ നായ്ക്കൾ കൈയടക്കുന്നതാണ് നമ്മൾ അവിടെ കണ്ട കാഴ്ച. ഏതാണ്ട് 15ഓളം നായ്ക്കളെയാണ് ഈ 1 മുതൽ 4 വരെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ റെയിൽവേ ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഉൾപ്പെടെ നേരത്തെ കടിയേറ്റിട്ടുണ്ട് എന്നാണ് അവർ തന്നെ പറയുന്നത്. 2 ദിവസം ഈ സ്റ്റേഷനിലെത്തിയ വിദേശ വനിതയ്ക്കും കടിയേറ്റിരുന്നു. പക്ഷേ നഗരസഭയ്ക്ക് വിവിധ ഘട്ടങ്ങളിൽ കത്ത് നൽകിയെങ്കിലും നഗരസഭ ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, വന്ധ്യീകരണം നടത്തിയ തെരുവ് നായ്ക്കളെ വീണ്ടും റെയിൽവേ സ്റ്റേഷനുകളിൽ കൊണ്ട് തള്ളുന്നു എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ കോഴിക്കോട് നഗരസഭ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, രാവിലെയും വൈകിട്ടും കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ, ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതാണ്. ഇവർക്കെല്ലാം ഭീഷണിയാവുകയാണ് ഈ തെരുവ് നായ്ക്കൾ. പ്ലാറ്റ്ഫോമുകളിലും ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിലും ഉൾപ്പെടെ തെരുവ് നായ്ക്കൾ കൈയടക്കുന്നതാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് ഇങ്ങനെ തെരുവുനായ ശല്യം ഇപ്പോൾ രൂക്ഷമാകുന്നത്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ സർക്കാർ തീരുമാനം നീട്ടിക്കൊണ്ടുപോകുന്നു എന്ന വിമർശനവുമായി ലത്തീൻ സഭ. സർക്കാർ തീരുമാനം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധമുണ്ടെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ പ്രതികരിച്ചു. മുഖ്യമന്ത്രി അനുഭാവപൂർവ്വം നടത്തിയ പ്രതികരണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ സർക്കാർ സംവിധാനങ്ങൾ, അതിൻ്റെ കൂടി വരവുകൾ ഇത്രയും നീട്ടിപ്പോകേണ്ട കാര്യമുണ്ടോ എന്നത് എനിക്ക് സംശയമുള്ളൊരു കാര്യമാണ്. അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യണം. അല്ലാതെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത് പ്രശ്നങ്ങൾ വഷളാക്കുവാനും തൽപര കക്ഷികൾക്ക് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനും ഉപകരിക്കുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി സമര സമിതിയുടെ പ്രതിനിധികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അനുഭാവപൂർവമായ പ്രതികരണം നടത്തി എന്നതും നമ്മൾ താല്പര്യത്തോടുകൂടി സ്വാഗതാർഹമായ കാര്യമായിട്ട് നോക്കി കാണുകയാണ്. ഇന്ന് ഇതുവരെ പൂർത്തിയാവുകയാണ്.